നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തനിക്കെതിരെ കേസെടുത്ത് തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ താൻ ജയിലറയ്ക്കുള്ളിലടയ്ക്കും. സാബു എം ജേക്കബിൻ്റെ വാക്കുകൾ മുഴങ്ങിയിട്ട് 2 ദിവസങ്ങൾ കഴിഞ്ഞു. 2020 ചീഫ് കോർഡിനേറ്റർ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടും എന്തുകൊണ്ട് CPM പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് പിണറായി വിജയൻ മറുപടി പറയുന്നില്ല? അതിലപ്പുറം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ കനേഡിയൻ കമ്പനിയെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നപ്പോൾ കേസുമായി പോലീസിനെ സമീപിച്ച വീണ വിജയൻ എന്തുകൊണ്ട് നിശബ്ദയായിരിക്കുന്നു? അമേരിക്കയിൽ ചികിത്സയ്ക്കെത്തിയ പിണറായി വിജയനെ താൻ പുത്രനെ പോലെ ശുശ്രൂഷിച്ചിരുന്നു എന്നും മയോ ക്ലിനിക്കിൽ ചികിത്സയിലായിരുന്ന പിണറായി വിജയന് മൂത്രമൊഴിക്കാൻ താൻ കൂട്ടുനിന്നുവെന്നും മൂത്രമൊഴിപ്പിച്ച് തിരികെ പിടിച്ച് കിടത്തിയ ചരിത്രമൊക്കെ സാബു ജേക്കബ് ഇക്കഴിഞ്ഞ ദിവസം നിരനിരയായി വിവരിച്ചിരുന്നു. അതിനെക്കുറിച്ചും പിണറായി വിജയന് മിണ്ടാട്ടമില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പിണറായി കേരളം വിട്ട് യാത്ര ചെയ്തപ്പോഴൊക്കെ താൻ അനുഗമിച്ചിരുന്നു എന്നാണ് സാബു എം ജേക്കബ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെയും മറ്റു മന്ത്രിമാരുടെയും ഒക്കെ എല്ലാ സുഖജീവിതത്തെക്കുറിച്ചും തനിക്കറിയാം. സാബു എം ജേക്കബിൻ്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു രംഗത്തെത്തി. സാബുവിനെ അറസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ PV കള്ളനാണ് എന്ന് നാട്ടുകാർ സംശയിക്കുമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. സാബു ജേക്കബിൻ്റെ വെളിപ്പെടുത്തൽ മുഖവിലക്കെടുത്ത് വീണ വിജയനെതിരെ ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ച് റിപ്പോർട്ട് വരും വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കസേരയിൽ നിന്ന് മാറി നിൽക്കണം. വെളിപ്പെടുത്തൽ സത്യമല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയതിനും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനും നടത്തിയ ശ്രമം എന്ന നിലയിൽ സാബു ജേക്കബിനെതിരെ കേസെടുക്കണം. സാബു ജേക്കബിനെതിരായ കേസിന്റെ തുടർ നടപടികൾ എന്തുകൊണ്ട് ഫ്രീസ് ചെയ്യുന്നുവെന്നാണ് പഴകുളം മധു ചോദിക്കുന്നത്. ഇതിന് DGPയും മുഖ്യമന്ത്രിയും ജനങ്ങളോട് ഉത്തരം പറയണം. മുഖ്യമന്ത്രിയുടെയും ഒരു ജനതയുടെയും ആത്മാഭിമാനത്തെ ബാധിക്കും വിധം നടത്തിയ ആരോപണം മലയാളികളുടെ സത്യസന്ധതയും ആത്മാഭിമാനവും കാത്തുസൂക്ഷിക്കാൻ അപകീർത്തി പ്രസ്താവനയ്ക്കെതിരെയെങ്കിലും കേസെടുക്കാൻ തയ്യാറാകണമെന്നാണ് പഴകുളം മധുവിൻ്റെ ആവശ്യം. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി ഇപ്പോൾ കേരള പോലീസിന് കിറ്റക് സാബുവിനെ വേണ്ട. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നിരന്തരം പോലീസ് വേട്ടയാടലുകളായിരുന്നു നേരിടേണ്ടി വന്നത് സാബു കിറ്റക്സിന്. മുഖ്യമന്ത്രി പിണറായി വിജയന് താനൊരു വത്സല പുത്രനെ പോലെയായിരുന്നു എന്ന് സാബു എം ജേക്കബ് വെളിപ്പെടുത്തി. അത്തരമൊരാളെയാണ് ശ്രീനിജൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി നിരന്തരം വേട്ടയാടിയത്. തനിക്കെതിരെ കള്ളക്കേസുകളെടുത്തു, നിരവധി തവണ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തി ഹരാസ് ചെയ്തു. ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിച്ച സാബു എം ജേക്കബ് അതിരൂക്ഷ വിമർശനങ്ങളാണ് വീണ വിജയന് നേർക്കുയർത്തിയത്. വീണ വിജയനെതിരെ തൻ്റെ കയ്യിൽ ആറ്റം ബോംബ് തെളിവുകളുണ്ട് എന്ന് സാബു ജേക്കബ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. സാബു എം ജേക്കബിൻ്റെ പ്രഖ്യാപനത്തിന് മുന്നിൽ അന്താളിച്ചു നിൽക്കുന്ന CPM പാർട്ടി, അതിലപ്പുറം പൂർണ്ണ നിശബ്ദതയിലായ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പലതും സംശയിക്കുന്നു. ഇന്ത്യക്ക് വെളിയിൽ വിദേശ രാജ്യങ്ങളിൽ കറങ്ങിയിരുന്ന CPM നേതാക്കളും മന്ത്രിമാരുമൊക്കെ എന്തൊക്കെ സുഖജീവിതങ്ങളാണ് നയിച്ചത്? അതിൽ സാബു എം ജേക്കബിന് അറിയാവുന്ന രഹസ്യങ്ങൾ എന്തൊക്കെ? എന്തുകൊണ്ടാണ് തനിക്കെതിരെ മാത്രം കേസെടുത്താൽ ഇക്കാര്യങ്ങൾ പുറത്തു പറയുമെന്ന് സാബു എം ജേക്കബ് പറയുന്നത്? കേരള ജനതയോട് ആത്മാർത്ഥതയുള്ള ഒരു നേതാവാണ് സാബു എം ജേക്കബ് എങ്കിൽ തൻ്റെ കയ്യിലുള്ള തെളിവുകൾ അദ്ദേഹം പുറത്തുവിടാനാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ മുറവിളി ഉയരുന്നു. തനിക്കെതിരെ കേസെടുക്കുമ്പോൾ മാത്രം എന്തിനാണ് ഇത്തരം ആയുധങ്ങൾ പ്രയോഗിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകൾ അന്യായമായി പണം സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ പേരിൽ സാബു എം ജേക്കബിൻ്റെ കയ്യിൽ കത്തുന്ന തെളിവുകളുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഹാജരാക്കണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കണം. എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായ ഒരു യുദ്ധപ്രഖ്യാപനം ഇക്കഴിഞ്ഞ ദിവസം സാബു എം ജേക്കബ് ഉയർത്തിയത്? മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് സാബു എം ജേക്കബ്. സാബു എം ജേക്കബിൻ്റെ പിതാവ് ജേക്കബ് അച്ചായൻ്റെ കാലം മുതൽ പിണറായി വിജയൻ ആ കുടുംബത്തിലെ ഒരടുത്ത ബന്ധുവാണ്. നിരവധി തവണ സാബു എം ജേക്കബുമായി പിണറായി വിജയൻ പോലും കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ് 2020. എറണാകുളത്തും ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലും ഇക്കുറി തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും എന്ന് സാബു എം ജേക്കബ് പറയുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട്ടിൽ വിജയപ്രതീക്ഷകളോടെ മത്സരിക്കാനെത്തിയ 2020 സ്ഥാനാർത്ഥിക്ക് പക്ഷെ വിജയിക്കാനായില്ല. 2020 സാന്നിധ്യം ശ്രീനിജന് അനുഗ്രഹമായി.
MLA ആയി മാറിയ ശ്രീനിജൻ പിന്നീട് സാബു എം ജേക്കബിൻ്റെ കടുത്ത ശത്രുവും. അവർ തമ്മിലുള്ള ശത്രുതയും പകയുമാണ് പിന്നീട് CPM 2020 ബന്ധം ഏറെ വഷളാക്കിയത്. ഇതുവരെ 2020 ഒരു നിഷ്പക്ഷ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എങ്കിൽ ഇക്കുറി ഇടതുപക്ഷത്തെയാണ് അവർ നേരിട്ട് വെല്ലുവിളിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും നിരവധി തവണയാണ് സാബു എം ജേക്കബ് തൻ്റെ പ്രസംഗത്തിൽ വെല്ലുവിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം കോൺഗ്രസിന് നേർക്കും PT തോമസിന് നേർക്കും ബെന്നി മോഹനാന് നേർക്കും ആക്രോശങ്ങൾ ഉയർത്തിയിരുന്ന 2020 എന്തുകൊണ്ട് ഇക്കുറി കോൺഗ്രസിനെയും UDFനെയും ഒക്കെ തങ്ങളുടെ ആരോപണങ്ങളിൽ നിന്ന് വെറുതെ വിടുന്നു? 2020 രാഷ്ട്രീയ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തെയാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. കഴിഞ്ഞ കുറേ കാലമായി 2020 എന്ന രാഷ്ട്രീയ സംവിധാനത്തെയും സാബു എം ജേക്കബിനെയും നേരിട്ട് വേട്ടയാടുകയായിരുന്നു CPM. എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ CPMൻ്റെ സുഹൃത്തുക്കളായിരുന്ന 2020 പിന്നീട് കടുത്ത ശത്രുവായി മാറിയത്? ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിരുന്ന കേരളത്തിൽ ഒരു പുതു പ്രത്യാശയുമായി കടന്നെത്തിയിരുന്നു ആം ആദ്മി പാർട്ടി. 2014 ആം ആദ്മി പാർട്ടിയുടെ പ്രകടനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട കേരളം പക്ഷേ നിരാശരായി. നേതൃദാരിദ്ര്യം തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ സാബു എം ജേക്കബ് എന്ന നേതാവിലൂടെയാണ് 2020 പിന്നീട് കേരളത്തിലേക്ക് കടന്നു വന്നത്. എറണാകുളത്ത് കുന്നത്തുനാട് എന്ന നിയോജക മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യമാണ് 2020 ഉയർത്തിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നിന്ന് മത്സരിച്ച ആം ആദ്മി പാർട്ടി നേതാവ് അനിത പ്രതാപ് അന്ന് കൈവരുത്തിയത് 51,517 വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. V4 കൊച്ചി എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉദയത്തിലും നമ്മൾ കണ്ടതാണ് അത്തരം വോട്ട് വിഹിതം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിലും സമാനമായ രീതിയിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അന്ന് കൈവരുത്തിയത് 55,189 വോട്ടുകൾ. ചാലക്കുടിയിലും എറണാകുളത്തുമൊക്കെ ഇടതു വലത് മുന്നണികളിൽ വിശ്വസിക്കാത്ത നിഷ്പക്ഷരായ വലിയൊരു വിഭാഗമുണ്ട് എന്നീ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ വോട്ട് വിഹിതം തന്നെയാണ് സാബു എം ജേക്കബ് കണ്ണെറിയുന്നതും. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിൽ അപ്രതീക്ഷിതമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉദയം. ആദ്യം ഒരു ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്ത് പിന്നീട് സംഘടനയായി വളർന്നു കയറിയ 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. സാബു എം ജേക്കബ് വിഭാവനം ചെയ്ത ഈ പ്രസ്ഥാനം പിന്നീട് തൊട്ടടുത്ത 3 പഞ്ചായത്തുകളിലേക്ക് കൂടി കത്തിക്കയറുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. 2015 കുന്നത്തുനാടിൻ്റെ ഭാഗമായ കിഴക്കമ്പലം പഞ്ചായത്തിലെ 19 സീറ്റുകളിൽ 17 എണ്ണവും തൂത്തുവാരി അന്ന് കിറ്റക്സിൻ്റെ സാബു എം ജേക്കബും 2020യും കരുത്ത് കാട്ടി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ 2020 മത്സരരംഗത്ത് വന്നില്ല. 2020 കൂടുതൽ ശക്തിയോടെ അവർ കളി കളിച്ചു. അതുവരെ കിഴക്കമ്പലത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നവർ അക്കുറി 4 പഞ്ചായത്തുകൾ കൂടി കീഴടക്കി. കോൺഗ്രസിൻ്റെ കുന്നത്തുനാടും മഴവന്നൂരുമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. കിഴക്കമ്പലത്ത് 2015 തന്നെ കോൺഗ്രസിനെ അട്ടിമറിച്ചായിരുന്നു 2020യുടെ ഉദയം. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം, മൂവാറ്റുപുഴ, തൃക്കാക്കര, കൊച്ചി എന്നീ മണ്ഡലങ്ങളിലൊക്കെ 2020 സ്ഥാനാർത്ഥികളെ നിർത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 MLAമാർ നിയമസഭയിലെത്തും എന്ന് പ്രതീക്ഷ വച്ചിരുന്നു സാബു എം ജേക്കബ്. അതിശക്തമായ മത്സരം കാഴ്ചവെച്ചു എങ്കിലും LDF UDF പോരിൽ 2020 ഏറെക്കുറെ നിസ്സംഗരായി നിന്നുപോയി. കുന്നത്തുനാട്ടിൽ 2020 സ്ഥാനാർത്ഥിക്ക് ഇരു മുന്നണികളെയും വിറപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിലും വിജയം PV ശ്രീനിജൻ സ്വന്തമാക്കി. കുന്നത്തുനാട്ടിൽ 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയതായിരുന്നു ശ്രീനിജന്റെ വിജയത്തിന് പിന്നിൽ. അതിശക്തമായ ഇടതുപക്ഷ വിരോധവും പിണറായി വിരുദ്ധതയും കേരളത്തിൽ ആഞ്ഞടിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സാബു എം ജേക്കബും 2020യും ഉണർന്ന് പ്രവർത്തിക്കുന്നു. 4 പഞ്ചായത്തുകളിൽ തങ്ങൾ കാഴ്ചവെച്ച ആ സുന്ദര ഭരണം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാം എന്നവർ വാഗ്ദാനം ചെയ്യുന്നു. തുടക്കം മുതൽ 2020ക്കൊപ്പം നിന്ന പ്രവർത്തകരെ അവർ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നു. തങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ 10,000-കണക്കിന് ആളുകളാണ് വന്നു ചേരുന്നത്. ആത്മവിശ്വാസം തന്നെയാണ് പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിന് സാബു എം ജേക്കബിന് കൂടുതൽ കരുത്ത് പകരുന്നതും. സാബു എം ജേക്കബിൻ്റെ ഈ പ്രയാണവും പോരാട്ടവും പിണറായി വിജയനെയും കൂട്ടരെയും വിരളി പിടിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളിൽ ഇക്കുറി 2020 സ്ഥാനാർത്ഥികൾക്ക് എത്രമാത്രം വിജയത്തിനരികിലെത്താൻ കഴിയും? അതോ അവർ MP മാരായി ലോക്സഭയിലേക്ക് കടന്നു ചെല്ലുമോ?
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ സ്വാധീനം കേരളത്തിൽ വളർത്താനായി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഇപ്പോൾ 2020. അതുകൊണ്ട് തന്നെ സാബു എം ജേക്കബിനെ തിരികെ വിരട്ടി കൂട്ടിൽ കയറ്റാൻ അത്ര എളുപ്പമല്ല പിണറായിക്കും കൂട്ടർക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.